അപ്പോൾ ഒരു ചിക്കൻ കറി വെക്കാമെന്ന് ഓർത്താണ്. അപ്പം സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അമ്മ തൊണ്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സവോള ഒന്ന് അരിഞ്ഞ് വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ സവോള ഞാൻ അരിഞ്ഞ് വെച്ചു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം സെറ്റാക്കി എടുത്ത് വെച്ചേ. പിന്നെ അച്ഛൻ വൈകുന്നേരം വന്നപ്പോൾ ചിക്കനും കൊണ്ടാണ് വന്നത്. അപ്പം ചിക്കൻ കഴുകിയിട്ട് മുളക് പൊടിയും സാധാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർത്തു കേട്ടോ. അതും ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഞാൻ ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ആ സമയം കൊണ്ട് ഞാൻ സവോള വഴറ്റാലോന്ന് ഓർത്ത് ചീഞ്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് സവോളയും ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത്. ഉപ്പിട്ട് കഴിയുമ്പോൾ വേഗം സവോള വഴണ്ട് വരുമല്ലോ. പിന്നെ ഒരു മുളകും കൂടെ കീറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് വഴണ്ട് വരുന്ന സമയം കൊണ്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചും കൂടെ എടുത്തു കേട്ടോ. ഒത്തിരി അരഞ്ഞു പോവില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തോളൂ കേട്ടോ. അങ്ങനെ അതും എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഒരു തക്കാളിയും പിന്നെ മുളക് ഞാൻ നേരത്തെ ചേർത്തായിരുന്നു. പിന്നെ ചതച്ച് വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്തേക്ക് ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഞാൻ വേവിച്ചു കേട്ടോ. അത് അങ്ങനെ ആ ഒരു ആവിയുടെ ഇതിൽ ഇച്ചിരി നന്നായിട്ട് വഴണ്ട് വരണല്ലോ. അങ്ങനെ അത് നന്നായിട്ട് ആ ഒരു തക്കാളിയൊക്കെ ആ സവോളയിലേക്ക് നന്നായിട്ട് ഉടഞ്ഞു ചേരുന്ന പരുവായപ്പോഴത്തേക്കും കാശ്മീരി മുളക് പൊടി, സാധാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുത്തേ. പൊടി ഞാൻ പോരാൻ തോന്നിയപ്പോൾ കുറച്ചുകൂടി ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ പൊടിയെല്ലാം ചേർത്തിട്ട് ആ പൊടിയുടെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ചിക്കനും കൂടെ എടുത്ത് അതിനകത്തേക്ക് ഇട്ടേ. പിന്നെ ചിക്കൻ വെച്ചിരുന്ന ആ പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതൊന്ന് കഴുകിയിട്ട് അതും കൂടെ അതിനകത്തേക്ക് ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കറി സെറ്റായിട്ട് നന്നായിട്ട് തിള വന്ന് വേവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ. പിന്നെ അപ്പോൾ പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരം പൊറോട്ടയും ചിക്കൻ കറിയും കൂട്ടി കഴിച്ചിട്ട് കിടന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.